അടിമാലി ബസ് സ്റ്റാൻഡിൽ കുളം പോലെ കുഴി രൂപപ്പെട്ടത് യാത്രക്കാർക്കും കാൽനടയാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി CPIM ആരോപിച്ചു. കുഴിയിലേക്ക് വാഹനങ്ങൾ ചാടുന്നതോടെ കാൽനടയാത്രികരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നത് നിത്യസംഭവമാണ്. ആഴമറിയാതെ കുഴിയിൽ ചാടുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി വാഹന ഉടമകൾ പറയുന്നു. പഞ്ചായത്ത് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. മത്സ്യം വളർത്താൻ കഴിയുംവിധം അടിമാലി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. അധികൃതർ ഇവ ഗവനിക്കാതെ മുന്നോട്ടു പോകുന്നത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ബസ് സ്റ്റാൻഡിലെത്തുന്ന വാഹനങ്ങൾ കുഴി കടന്നു വേണം പാർക്ക് ചെയ്യാൻ. കുഴിയിലേക്ക് വാഹനങ്ങൾ ചാടുന്നതോടെ ചെളിവെള്ളം കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നത് നിത്യസംഭവമാണ്. കാലവർഷത്തിലാണ് കുഴി കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ആഴമറിയാതെ കുഴിയിൽ ചാടുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്നും വാഹന ഉടമകൾ പറയുന്നു. പഞ്ചായത്ത് UDF ഭരണസമിതി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് CPIM അടിമാലി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി TK സുധേഷ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒട്ടേറെ വാഹനങ്ങൾ അവിടെ വന്നു പോകുന്നു. വിനോദസഞ്ചാരികളടക്കം വന്നു പോകുന്ന ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ കുഴികളിലാകെ വെള്ളം നിറഞ്ഞ് ചെളിവെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. ആളുകളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് അടിയന്തരമായി ആ പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കാനും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണം എന്നുള്ളത്. എന്നാൽ UDF ഭരണസമിതി നാളിതുവരെയായി അതിനുവേണ്ട യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സ്റ്റാൻഡിലെ ശുചിമുറിക്ക് സമീപവും കുഴി രൂപം കൊണ്ടിട്ടുണ്ട്. യാത്രക്കാരുടെ നടുവൊടിക്കുന്ന കുഴികൾ നികത്താൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇതിനോടകം ഇടയാക്കിയിട്ടുണ്ട്. അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.